വിഭവങ്ങൾ സമാഹരിക്കുവാൻ അനുഷ്ഠാന ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്ര കലാ പുനരുദ്ധാരണ സമിതി അംഗങ്ങൾ കൊന്നവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും തേടി വിഷുത്തലേന്ന് നെട്ടോട്ടത്തിലായിരുന്നു. വിപുലമായാണ് ഏവൂർ കണ്ണന് മുന്നിൽ കണിയൊരുക്കുന്നത്. അനുഷ്ഠാനം ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിയുടെ നേതൃത്വത്തിൽ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദശാവതാരത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിഷു ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണന് കണിയൊരുക്കാൻ അനുഷ്ഠാനത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കണിയൊരുക്കു വിഭവങ്ങൾ സമാഹരിക്കുവാൻ അനുഷ്ഠാനം അംഗങ്ങൾ കൊന്നവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും തേടി വിഷുത്തലേന്ന് നെട്ടോട്ടത്തിൽ ഗ്രാമത്തിൽ നിന്ന് ശേഖരിക്കുന്ന കൊന്നപ്പൂക്കളും ചക്ക, മാങ്ങ, പറങ്ങപ്പഴം, കരിക്കിൻകുല, വാഴക്കുല, ഒപ്പം വെള്ളരി, മത്തൻ തുടങ്ങിയ പച്ചക്കറി വിഭവങ്ങളും കദളിക്കുല, തണ്ണിമത്തൻ, ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, മാതളം മുതലായ പഴവർഗ്ഗങ്ങളും സമാഹരിക്കുന്നു. കണിക്ക് ഒരുക്കുകളിൽ പ്രധാനമായ ഓട്ടുരുളി, പീഠം, ആറന്മുള കണ്ണാടി, താളിയോല, അഷ്ടമംഗല്യം എന്നിവയും കണിയൊരുക്കിനായി ഇവർ കരുതിയിരിക്കുന്നു. അനുഷ്ഠാനം ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 27 വർഷമായിട്ട് നടന്നു വരുന്ന വിഷു ദർശനത്തിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി വരികയാണ്. ആദ്യകാലങ്ങളിൽ കേവലം ഒരു ദിവസം, വിഷു ദിവസം മാത്രം ആണ് പരിപാടികൾ നടത്തി വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ 6-7 വർഷമായിട്ട് അതിനോടനുബന്ധിച്ച് തന്നെ വിഷു ദിവസത്തിന് 9 ദിവസം മുമ്പ്, അതായത് വിഷു ദിനത്തിൽ തീരത്തക്കവണ്ണം ദശാവതാര ചാർത്തും നടത്തി വരുന്നുണ്ട്. ഈ ദശാവതാര ചാർത്തിനോടനുബന്ധിച്ച് തന്നെ വിവിധ കലാപരിപാടികൾ, ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കലാപരിപാടികളും നടത്തി വരുന്നു. ഈ വർഷം കൂടിയാട്ടം, സീതകളി, തോൽപ്പാവക്കുത്ത് എന്നീ വ്യത്യസ്ത ഈ പ്രദേശങ്ങളിൽ അവതരിപ്പിച്ച് കണ്ടിട്ടില്ലാത്ത കലാപരിപാടികൾ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ വിഷു ദർശനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 3 മണിക്ക് ക്ഷേത്രനട തുറക്കുവാനുള്ള സംവിധാനങ്ങളും ആയി കഴിഞ്ഞിട്ടുണ്ട്. വിഷു ദർശനത്തിനായിട്ട് വരുന്നവർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കൂടി പ്രവേശിച്ച് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വടക്കേ നടയിൽ കൂടി പുറത്ത് വരത്തക്ക രീതിയിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കർശന നിയന്ത്രണത്തിലാണ് നടത്തിയിട്ടുള്ളത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് കണി ഇതിനോടനുബന്ധിച്ച് തന്നെ വിഷുക്കൈ നീട്ടവും ത്രിമധുര വിതരണവും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം പുലർച്ചെ 6:30 മുതൽ മാൻഡലിൻ, വയലിൻ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടിയും അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സംഗീത സദസ്സും ഒരുക്കിയിട്ടുണ്ട്. 10,000-കണക്കിന് ഭക്തരാണ് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3-ന് ദർശനത്തിന് എത്തിച്ചേരുന്നത്. അവർക്കായി കൈനീട്ടം നൽകാനായി പുതിയ നാണയത്തുട്ടുകളും ത്രിമധുരം തയ്യാറാക്കുന്നതിനുള്ള കദളിക്കുല, ശർക്കര, തേൻ എന്നിവയും ഭക്തർക്ക് വിതരണത്തിനായി പേപ്പർ കപ്പും തയ്യാറാക്കി കഴിഞ്ഞു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അനുഷ്ഠാനം ഭാരവാഹികൾ പറഞ്ഞു. വിഷു ദിവസം അതിവിപുലമായ വിഷുക്കണിയാണ് ക്ഷേത്രത്തിൻ്റെ നമസ്കാര മണ്ഡപത്തിൽ ഒരുക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് ദർശനത്തിനായിട്ട് എത്തുന്നവർക്ക് നമസ്കാര മണ്ഡപത്തിലുള്ള വിഷുക്കണി ദർശിച്ച് വടക്കേ നടയിൽ നിന്ന് വിഷുക്കണീട്ടം വാങ്ങി ആനക്കൊട്ടിലെത്തുമ്പോൾ അവിടെയും വിഷുക്കണി വളരെ വിപുലമായ തരത്തിൽ, അതായത് പാരമ്പര്യമായി ലഭിക്കുന്ന എല്ലാവിധമായ പ്രകൃതി സംബന്ധമായ പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും ധാന്യങ്ങളായാലും ഒക്കെ ശേഖരിച്ച് അതോടൊപ്പം വസ്ത്രം, അഷ്ടമംഗല്യം, സ്വർണം, ഇവ കാര്യങ്ങളെല്ലാം ഈ വിഷുക്കണിയോടുകൂടി വിഷുക്കണിക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഏവൂർ വിഷു ദർശനത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഈ വിഷുക്കണി ദർശനം വളരെയധികം പ്രശസ്തവും വിപുലവുമാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ സംഘാടകർ ആയിട്ടുള്ളവർ ഈ സാധന സാമഗ്രികൾ സമാഹരിച്ചു വരികയാണ്. പുലർച്ചെ 6 മണിയോടുകൂടി ഈ വിഷുക്കണി ദർശനത്തിനുള്ള സാഹചര്യമുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഈ കണി ദർശനത്തിനായിട്ട് വളരെ വിദൂരമായ സ്ഥലത്ത് നിന്നും ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ഏകദേശം രാത്രി 1 മണിയോടുകൂടി തന്നെ വളരെ വലിയ ക്യൂ ഇവിടെ ക്ഷേത്രത്തിൽ ഉണ്ടാകാറുണ്ട്.
രാവിലെ ഒരു 11:30 മണി വരെ ദീർഘമായ ക്യൂ സംവിധാനത്തിലാണ് ഈ ദർശനം സജ്ജമാക്കിയിട്ടുള്ളത്. CDNet ന്യൂസ്, ഏവൂർ.